കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിലെ തലസ്ഥാന ജില്ല. ജില്ലയിലാകെ 14 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. കേരളത്തിലെ പ്രധാന മുന്നണികളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും അതുപോലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഒരുപോലെ ജയസാധ്യതയുള്ള ജില്ലയാണ് തിരുവനന്തപുരം. കാരണം ഈ മൂന്ന് മുന്നണികൾക്കും അവരുടേതായ സ്വാധീന ശക്തി തിരുവനന്തപുരം ജില്ലയിൽ ഈ പറയുന്ന 14 മണ്ഡലങ്ങളിലുമുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചതും ഈ തിരുവനന്തപുരം ജില്ലയിലാണ്. 2016 നേമം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ വിജയിച്ചതോടെയാണ് തിരുവനന്തപുരം ജില്ലയുടെ സ്വഭാവ മാറ്റം മറ്റു മുന്നണികൾ മനസ്സിലാക്കിയത്. തൊട്ടടുത്ത തവണ, അതായത് 2021 BJP വിജയിച്ച നേമം മണ്ഡലം LDF തിരിച്ചു പിടിക്കുകയും BJP വീണ്ടും സംസ്ഥാനത്ത് തന്നെ 0-ലേക്ക് തള്ളിയിടുകയും ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ മൃഗീയ ഭൂരിപക്ഷമായിരുന്നു LDF നേടിയത്. 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് അന്ന് UDFന് ലഭിച്ചത്. ഒരർത്ഥത്തിൽ നോക്കിയാൽ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് മുന്നണികളും ജില്ലയിൽ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2016 വരെ കേരളത്തിൽ എഴുതിത്തള്ളിയിരുന്ന BJPക്ക് തിരുവനന്തപുരം ജില്ലയിലെ 3ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ വൻ സ്വാധീനമുണ്ടെന്നുകൂടി ഇപ്പോൾ നമ്മൾ ആലോചിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ 4ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും മറ്റു മുന്നണികളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് തന്നെയാണിത്. തിരുവനന്തപുരം ജില്ലയിലെ നഗരഹൃദയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 3 മണ്ഡലങ്ങളിൽ BJP ഇപ്പോൾ കഠിന പ്രയത്നത്തിലാണ്. 2016 പിടിച്ച ഒരു സീറ്റിന് പകരം 3 സീറ്റുകളും നേടണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് BJP ഇപ്പോൾ മണ്ഡലങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. അതേസമയം കഴിഞ്ഞ തവണ സ്വന്തമാക്കിയ വിജയം വീണ്ടും ആവർത്തിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് LDFൻ്റെ പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട, അതായത് UDF നേടിയ ഒരു സീറ്റ് കൂടി ഇത്തവണ പിടിച്ചെടുക്കണമെന്ന ആഗ്രഹവും LDFനുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്നത് UDF ആണ്. തലസ്ഥാന ജില്ല UDFനെ സംബന്ധിച്ച് അത്യാവശ്യ സ്വാധീനമുള്ള ഇടമാണ്. എന്നാൽ കഴിഞ്ഞ 2 തവണയും ആ സ്വാധീനം വോട്ടായി മാറിയില്ല എന്നുള്ളതാണ് UDFനെ ഭയപ്പെടുത്തുന്നത്. ഇത്തവണ തങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട സീറ്റുകൾ വീണ്ടും തിരിച്ചു പിടിച്ചെടുക്കണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് UDF നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2011 സംഭവിച്ചതുപോലെയുള്ള ഒരു വിജയം സ്വന്തമാക്കണമെന്നാണ് UDF ആഗ്രഹം. എന്നാൽ UDFിൽ നിലനിൽക്കുന്ന ചില ആഭ്യന്തര പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുമോ എന്ന ഭയം നേതൃത്വത്തിനും പ്രവർത്തകർക്കും ഉണ്ട്. പ്രധാനമായും തലസ്ഥാന ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും UDF സംവിധാനം പൂർണ്ണമായും സജ്ജീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. LDFനെ സംബന്ധിച്ച് ജില്ലയിലെ 14 സീറ്റുകളിൽ 10 മത്സരിക്കുന്നത് CPM ആണ്. 2 സീറ്റുകൾ CPIക്കും ഓരോ സീറ്റ് വീതം ജനാധിപത്യ കേരള കോൺഗ്രസിനും ജനതാദൾ എസിനും നൽകിയിട്ടുണ്ട്. അതേസമയം NDAയുടെ കാര്യമെടുത്താൽ 11 സീറ്റുകളിൽ മത്സരിക്കുന്നത് BJPയാണ്. 2 സീറ്റുകളിൽ BDJSും 1 സീറ്റിൽ കേരള കാമരാജ് കോൺഗ്രസും മത്സരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജില്ലകളിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ്. 13 സീറ്റുകളിലാണ് ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്നത്. 1 സീറ്റിൽ RSP മത്സരിക്കുന്നു. പൊതുവെ ഇതാണ് തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നണികളുടെ ചിത്രം. ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 13 സീറ്റുകളും RSPയുടെ 1 സീറ്റും ഉൾപ്പെടെ 14 എണ്ണത്തിനും വേണ്ടി വന്നാൽ വിജയിക്കാനുള്ള സാധ്യത UDFനുണ്ട്. പക്ഷേ UDFനെ സംബന്ധിച്ച് അത് വേണമോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. 2016 2021 നിലനിന്ന സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യവും വിലയിരുത്തിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ജില്ലയിലെ 2 സീറ്റുകളിൽ UDF ഉറപ്പായും പരാജയപ്പെടുമെന്ന്. കഴിഞ്ഞ 2 തവണയും UDF സംവിധാനം തികച്ചും ദുർബലമായി മാറുകയും 2 തവണയും ജനഹിതം നോക്കാതെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയും ചെയ്ത 2 മണ്ഡലങ്ങളാണ് മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ UDFന് ഇപ്പോൾ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ സ്വാഭാവികമായും ഭൂരിപക്ഷം UDF പ്രവർത്തകർക്കും മനസ്സിൽ ആശങ്കയുണ്ടാകും. തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ 2 മണ്ഡലങ്ങൾ ഉണ്ടോ എന്നും ഈ പറഞ്ഞ സ്ഥിതിവിശേഷമാണ് അവിടെ നിലനിൽക്കുന്നതെങ്കിൽ അത് തടയാൻ കഴിയില്ലേ എന്നുമുള്ള സംശയങ്ങൾ സ്വാഭാവികമായും ഉടലെടുക്കും. ഈ ചാനലിൽ വന്നിരുന്ന് എന്തെങ്കിലും വെറുതെ അടിച്ചുവിട്ടാൽ മതിയല്ലോ എന്ന കമൻറ്റുകളൊക്കെ മിക്കവാറും ഇതിന് താഴെ നിറയും. മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം UDF വിശ്വാസികളും ചിലപ്പോൾ എന്നെ തെറി വിളിക്കുകയും ചെയ്യും. UDF പ്രവർത്തകരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. കോൺഗ്രസിനെയും അവരുടെ ഘടകകക്ഷികളെയും സ്നേഹിക്കുന്ന UDF പ്രവർത്തകർ സ്വാഭാവികമായും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ആശങ്കയിലാകും.
യാതൊരു സംശയവും വേണ്ട. എന്നാൽ ആ ആശങ്ക പ്രവർത്തകർക്ക് മാത്രമേ കാണൂ എന്നുകൂടി ഓർക്കണം. നേതാക്കൾ ചിന്തിക്കുന്നത് പ്രവർത്തകർ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല. ജില്ലയിൽ 14 സീറ്റുകളുണ്ടല്ലോ, അതിലിപ്പോൾ 2 പോയാൽ പിന്നെന്താ കുഴപ്പമെന്നായിരിക്കും നേതാക്കളുടെ ചിന്ത പോകുന്നത്. സത്യം പറയാലോ, ഈ ഒരു ചിന്തയാണ് കഴിഞ്ഞ തവണ തിരുവനന്തപുരം ജില്ലയിൽ UDFനെ ഈ ഒരു പരിതസ്ഥിതിയിലേക്ക് തള്ളിയിട്ടത്. അതല്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ ഒരു തോൽവി ജില്ലയിലെ UDF നേരിടാനുള്ളത് ആയിരുന്നില്ല. വീണ്ടും വിചാരമില്ലാതെയുള്ള ചില സ്ഥാനാർത്ഥി നിർണയങ്ങളും മുന്നണി തലത്തിൽ സീറ്റുകൾ പങ്കുവച്ചതുമൊക്കെ UDFനെ കടുത്ത തോൽവിയിലേക്കാണ് കൊണ്ടുചെന്നിട്ടത്. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പോക്കാണ് UDF പോകുന്നതെങ്കിൽ കൃത്യമായും തോൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ആ 2 മണ്ഡലങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഇതിൽ ആദ്യത്തെ മണ്ഡലം ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിലവിൽ CPMലെ OS അംബികയാണ് MLA. ജില്ലയിലെ 2 സംവരണ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ആറ്റിങ്ങൽ. ഇവിടെ UDF തോൽക്കും എന്ന് ഉറപ്പിച്ചു പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്തെന്നാൽ UDF സംവിധാനത്തിൽ സീറ്റ് നൽകിയിരിക്കുന്നത് RSPക്കാണ് എന്നുള്ളതാണ്. പൊതുവെ RSP ഇപ്പോൾ രാഷ്ട്രീയപരമായി ദൗർബല്യാവസ്ഥയിലാണ്. ഒരു പാർലമെന്റ് സീറ്റിന്റെ ബലത്തിൽ മാത്രം കേരള രാഷ്ട്രീയത്തിൽ നിലനിന്നു പോകുന്ന പാർട്ടി കൂടിയാണ് RSP. ആ രാഷ്ട്രീയ ദുർബലതയ്ക്ക് ഇടയിലാണ് ആറ്റിങ്ങൽ എന്ന സംവരണ സീറ്റ് അവർക്ക് മത്സരിക്കാൻ നൽകുന്നത്. ഞാൻ ഈ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഒരു സംവരണ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിവുള്ള നേതാക്കൾ RSPയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംവരണ മണ്ഡലം ആയതുകൊണ്ട് തന്നെ ആരെയെങ്കിലും പിടിച്ചു നിർത്തി ജയിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ MLAയെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ സൂക്ഷിച്ചു മാത്രമേ തങ്ങളുടെ വോട്ടവകാശം ഇക്കാര്യത്തിൽ വിനിയോഗിക്കുകയുള്ളൂ. അതൊരു സംവരണ മണ്ഡലം കൂടിയാകുമ്പോൾ മത്സരിക്കുന്നവരിൽ ആരാണ് തങ്ങൾക്ക് പ്രാപ്യൻ എന്ന് നോക്കുന്നവരായിരിക്കും ജനങ്ങൾ. സ്വാഭാവികമായി മത്സരിക്കുന്നത് മറ്റു മണ്ഡലങ്ങളിൽ ഏതെങ്കിലുമുള്ള RSP പ്രവർത്തകരെ നേതാക്കളാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ RSP നേതാക്കളും UDF നേതാക്കളും ഇത് ചിലപ്പോൾ അംഗീകരിച്ചാലും ജനങ്ങൾ അതൊരിക്കലും അംഗീകരിക്കില്ല. അതുതന്നെയാണ് ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കണമെന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഇതിനുവേണ്ടി ശബ്ദമുയർത്തിക്കഴിഞ്ഞു. ആറ്റിങ്ങൽ നിയമസഭാ സീറ്റ് വേണമെങ്കിൽ കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ RSP തയ്യാറാണ് എന്നുള്ളതാണ് മറ്റൊരു രസകരമായ സംഗതി. എന്നാൽ അവിടെ പകരം മറ്റൊരു പ്രത്യുപകാരം RSP കോൺഗ്രസിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ കൊല്ലം നിയമസഭാ മണ്ഡലം RSPക്ക് വേണമെന്നുള്ള അവരുടെ ആവശ്യം. അതായത് കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന കൊല്ലം നിയമസഭാ മണ്ഡലം RSPക്ക് മത്സരിക്കാൻ വിട്ടുകൊടുക്കണമെന്ന്. പകരം ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം RSP വേണമെങ്കിൽ കോൺഗ്രസിന് നൽകാം. യഥാർത്ഥത്തിൽ അതൊരു ബുദ്ധിപൂർവമായ കലയാണ്. 2016 മാത്രമല്ല, ആറ്റിങ്ങലിൽ ഇനി എത്ര കൊല്ലം മത്സരിച്ചാലും മണ്ഡലത്തിൽ വിജയിക്കാൻ പോകുന്നില്ല എന്ന് RSPക്ക് നന്നായി അറിയാം. അതേസമയം കോൺഗ്രസ് ആണെങ്കിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി മത്സരിച്ചാൽ വിജയിക്കുകയും ചെയ്യും. സ്വാഭാവികമായും RSPയുടെ ആവശ്യം കൊല്ലം നിയമസഭാ മണ്ഡലമാണ്. എന്നാൽ നേരെ കയറി ചെന്ന് കൊല്ലം നിയമസഭാ മണ്ഡലം ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ കോൺഗ്രസ് കൊടുക്കില്ല. പകരം ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ തങ്ങൾക്ക് മത്സരിക്കണമെന്നുള്ളത് കോൺഗ്രസിൻ്റെ ആവശ്യമായി തോന്നണം. മണ്ഡലങ്ങൾ മാറ്റിയെടുത്താൽ രണ്ടിടത്തും വിജയിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസിന് തോന്നിയാൽ ഉറപ്പായും ആറ്റിങ്ങൽ കോൺഗ്രസ് എടുത്ത് പകരം കൊല്ലം RSPക്ക് ലഭിക്കും. പക്ഷേ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം കൊല്ലത്ത് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികൾ വരെ കോൺഗ്രസിന് തയ്യാറായി കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ. കൊല്ലം വിട്ടുകൊടുക്കാതെ വേണമെങ്കിൽ ആറ്റിങ്ങൽ നിയമസഭാ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും. പക്ഷേ അത് കൊന്നുകളഞ്ഞാലും RSP കൊടുക്കില്ല. അപ്പോൾ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? സംശയമെന്ത്? കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു തന്നെ ഇനിയും സംഭവിക്കും. UDFന് ആറ്റിങ്ങൽ സീറ്റ് മറക്കേണ്ടി വരും. അടുത്ത സീറ്റ് UDFനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റാണ്. സീറ്റിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇതുവരെ UDF വിജയിച്ചിട്ടില്ല. മണ്ഡലത്തിൽ കോൺഗ്രസ് തന്നെയാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിലും ഇടയ്ക്ക് 1-2 പ്രാവശ്യം സീറ്റ് JSSന് നൽകിയിരുന്നു. പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലയോര മണ്ഡലമായ വാമനപുരത്തെക്കുറിച്ചാണ്. വാമനപുരം മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞ ആറ്റിങ്ങൽ മണ്ഡലത്തെപ്പോലെ ഏകപക്ഷീയമായ ഒരു രാഷ്ട്രീയം നിലനിൽക്കുന്ന മണ്ഡലമല്ല അത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇതുവരെ UDF മണ്ഡലത്തിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പലതവണ UDF വിജയിക്കുമെന്ന തോന്നൽ സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല, മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 9 പഞ്ചായത്തുകളിൽ പലതും ഭരിക്കുന്നതും UDF ഭരണകൂടമാണ്. 1991 വാമനപുരം നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായ കോഴിക്കോട് N കൃഷ്ണൻ നായർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ RM പരമേശ്വരനെ തോൽപ്പിച്ചത് വെറും 1366 വോട്ടുകൾക്കാണ്.
അതുപോലെ തന്നെ 2001 നടന്ന തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി പിരപ്പങ്കോട് മുരളി JSS സ്ഥാനാർത്ഥി എസ് ഷൈനിനെ തോൽപ്പിച്ചത് 1609 വോട്ടുകൾക്കും. ഇത്തരത്തിൽ UDF പലതവണ വിജയത്തിനടുത്തെത്തിയ സംഭവങ്ങളും മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലം പോലെ LDFന് തീർത്തും അനുകൂലമായ മണ്ഡലമല്ല വാമനപുരം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ 2 തവണയായി, അതായത് 2016-ലും 2021-ലും മണ്ഡലത്തിൽ UDF തീർത്തും അപ്രസക്തമാകുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 2016-ൽ CPMും കോൺഗ്രസും തമ്മിൽ ശക്തമായ മത്സരം നടക്കേണ്ട ഒരു മണ്ഡലമായിരുന്നു വാമനപുരം. എന്നാൽ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ചില തീരുമാനങ്ങൾ ആ മണ്ഡലം CPMന് കൈപിടിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2016-ൽ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖമായ DK മുരളിയായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ രമണി പി നായരായിരുന്നു. ഉറപ്പായും ശക്തമായ മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിച്ച സമയം കൂടിയായിരുന്നു അത്. CPMുകാർക്ക് പോലും 50-50 ആയിരുന്നു വിജയപ്രതീക്ഷ എന്ന് പറയുമ്പോൾ വാമനപുരം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ രമണി പി നായർ എത്രത്തോളം എതിർ സ്ഥാനാർത്ഥിക്ക് ഭീഷണി ഉയർത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ആ വർഷത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ രമണി പി നായരുടെ പേര് വരുമെന്ന് ഉറപ്പായി. അവർക്ക് വേണ്ടി ചുവരുകളും ബോർഡുകളും എഴുതി തുടങ്ങി. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ തലേ ദിവസം ഇരുട്ടി വെളുത്തപ്പോൾ കഥ മുഴുവൻ മാറി. മണ്ഡലത്തിൽ പുതിയ സ്ഥാനാർത്ഥിയായി. നാട്ടുകാരിയായ രമണി പി നായർക്ക് സീറ്റ് കൊടുക്കാതെ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം സീറ്റ് നൽകിയത് ശരത്ചന്ദ്ര പ്രസാദിന്. മത്സരം ശക്തമാകുമെന്ന് കരുതിയിരുന്ന LDF സ്ഥാനാർത്ഥി DK മുരളിയെയും LDF പ്രവർത്തകരെയും അമ്പരപ്പിച്ചുകൊണ്ട് 65,848 വോട്ടുകളാണ് അന്ന് LDF നേടിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശരത്ചന്ദ്ര പ്രസാദ് നേടിയത് 56,252 വോട്ടുകളും. അക്കൂട്ടത്തിൽ മറ്റൊന്നു കൂടി സംഭവിച്ചു. രമണി പി നായർക്ക് സീറ്റ് ലഭിക്കാത്തതിൻ്റെ പരിഭവം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉടലെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ കളി തൊട്ടടുത്ത മണ്ഡലമായ നെടുമങ്ങാട് നടന്നു. പൂർണ്ണ വിജയപ്രതീക്ഷയുണ്ടായിരുന്ന അന്നത്തെ സിറ്റിംഗ് MLAയും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്ന പാലോട് രവി നെടുമങ്ങാട് മണ്ഡലത്തിൽ തോറ്റു. കരുനാഗപ്പള്ളിയിൽ സീറ്റ് ലഭിക്കാത്തതുകൊണ്ട് നെടുമങ്ങാട് വന്ന് വെറുതെ മത്സരിച്ച CPI സ്ഥാനാർത്ഥി C ദിവാകരൻ മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്തു. സത്യം പറയാലോ, ദിവാകരൻ പോലും പ്രതീക്ഷിക്കാത്തൊരു വിജയമായിരുന്നു അത്. അങ്ങനെ ഒരു മണ്ഡലത്തിലെ കാലുവാരലിന് 2 മണ്ഡലം കോൺഗ്രസ് തോറ്റുകൊടുത്തു എന്നർത്ഥം. തൊട്ടടുത്ത തവണ, അതായത് 2021-ലെങ്കിലും രമണി പി നായർക്ക് സീറ്റ് കൊടുക്കുമെന്ന് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെ സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവരെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ തെരഞ്ഞെടുപ്പും കോൺഗ്രസ് മണ്ഡലത്തിൽ അന്തസ്സായി പൊട്ടി. ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇപ്പോഴത്തെ ലക്ഷണം കണ്ടിട്ട് എന്തായാലും രമണി പി നായർക്ക് സീറ്റ് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ തവണ തോറ്റ സ്ഥാനാർത്ഥിയായ ആനാടി ജയൻ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി ഇനി ഞാൻ പറയേണ്ടതില്ലല്ലോ. മുന്നണിയുടെ പിടിപ്പുകേടുകൾ കൊണ്ട് തോറ്റുകൊണ്ടിരിക്കുന്ന ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലവും പാർട്ടിയുടെ പിടിപ്പുകേടുകൾ കൊണ്ട് തോറ്റുകൊണ്ടിരിക്കുന്ന വാമനപുരം നിയമസഭാ മണ്ഡലവും ഇതേ സാഹചര്യമാണെങ്കിൽ ഇനിയും ഇങ്ങനെ തോറ്റുകൊണ്ടേയിരിക്കും. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട.